ഈ വ്യാജരേഖ കേസിലെ പ്രതി കെ വിദ്യയുടെ PhD പ്രവേശന വിവാദത്തിൽ ഈ കാലടി സർവകലാശാലയിൽ ഇന്ന് സിൻഡിക്കേറ്റ് ഉപസമിതി യോഗമൊക്കെ ചേരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വിഷയം ഉപസമിതി യോഗം ചർച്ച ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഇല്ലേ? ഈ പ്രത്യേകിച്ച് ഈ PhD പ്രവേശനം സംവരണ മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചാണോ ഇന്ന് പരിശോധിക്കുന്നുണ്ടോ ഈ ഉപസമിതി? ഈ വൈസ് ചാൻസലർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? ഈ PhD പ്രവേശന വിവാദങ്ങൾ ഇങ്ങനെ കത്ത് പിടിക്കുന്നതിനിടയിലാണ് ഇന്ന് കാലടി സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് ഉപസമിതി യോഗം ചേരുന്നത്. ഈ വിദ്യയുടെ വിഷയമായിരിക്കും യോഗത്തിൽ പ്രധാന ചർച്ചയാകുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന മറ്റ് വിവാദങ്ങളും അതോടൊപ്പം തന്നെ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. ഈ വിദ്യയുടെ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് വിവാദത്തിന് ശേഷം, അതായത് ഈ കേസ് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ കാലടി സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് ഉപസമിതി ചേരുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിദ്യ ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തത് പോലീസിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. അതായത് സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടിയുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അഗളി പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അഗളി പോലീസ് മഹാരാജാസ് കോളേജിലും അതുപോലെ തന്നെ നിരവധി മഹാരാജാസ് കോളേജിലെത്തി തെളിവുകൾ ശേഖരിക്കുക, അങ്ങനെ അത്തരത്തിൽ വിപുലീകരിക്കുന്ന, അതായത് അന്വേഷണ സംഘത്തെ തന്നെ വിപുലീകരിച്ച് കൂടുതൽ ഇടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശ്രമിച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് പോലീസിന് വിദ്യയെ കണ്ടെത്താൻ സാധിക്കാത്തത് പ്രതിപക്ഷമൊക്കെ തന്നെ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഈ വിദ്യ വടക്കൻ കേരളത്തിൽ ഉണ്ട് എന്നാണ് പോലീസ് കരുതുന്നത്. എന്നിട്ടും വിദ്യ ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതിനിടയ്ക്ക് കരിന്തളം ഗവൺമെന്റ് കോളേജിൽ വിദ്യ ഹാജരാക്കിയത് വ്യാജ സർട്ടിഫിക്കറ്റ് തന്നെയാണെന്ന് എഡ്യൂക്കേഷൻ സംഘം, കോളേജിന്റെ തന്നെ എഡ്യൂക്കേഷൻ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യക്കെതിരെ ഈ ശമ്പളം ഒക്കെ തിരിച്ചു പിടിക്കുന്നത് അടക്കമുള്ള നടപടികൾക്കുള്ള ശുപാർശ ചെയ്യാനുള്ള നീക്കമാണ് കരിന്തളം കോളേജിൽ നടക്കുന്നത്. വ്യാജരേഖ കേസിൽ തെളിവ് ശേഖരണം പൂർത്തിയായിട്ടുണ്ടെന്നാണ് അഗളി പോലീസ് ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതായത് വിദ്യ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ. അപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ വിദ്യ സമർപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, അത് സത്യവാങ്മൂലമായിട്ട് ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് പോലീസ് സമർപ്പിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ സത്യവാങ്മൂലം ഈ പ്രോസിക്യൂഷൻ അഭിഭാഷകർക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വിദ്യക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ട്, അതുകൊണ്ട് തന്നെ വിദ്യക്ക് മുൻകൂർ ജാമ്യം നൽകരുത് എന്നാണ് ഈ പോലീസിന്റെ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കുന്നത്. അത് ഇന്നലെ നമ്മൾ വാർത്ത പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ വിദ്യ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതിനിടയിലൊക്കെ തന്നെയാണ് ഈ കാലടി സർവകലാശാലയിൽ ഇപ്പോൾ സിൻഡിക്കേറ്റ് ഉപസമിതി യോഗം ചേരുന്നത്. അതുകൊണ്ട് തന്നെ വിഷയം കൂടുതൽ ഗുരുതരമാകുകയാണ്. അതായത് കരിന്തളം കോളേജിലും വിദ്യക്കെതിരായിട്ടുള്ള തെളിവ് വളരെ ഊർജിതമാക്കിയിട്ടുണ്ട്. പക്ഷെ വിദ്യയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. ബാക്കി വിദ്യക്കെതിരായ തെളിവുകൾ ഉണ്ട് എന്ന് എല്ലാ കോളേജുകളിൽ നിന്നും, അതായത് കരിന്തളം കോളേജിൽ നിന്നും, അതുപോലെ തന്നെ മഹാരാജാസ് കോളേജിൽ നിന്നും, അതുപോലെ തന്നെ കാലടി സർവകലാശാലയിലെ വിഷയത്തിലാണെങ്കിലും ഒക്കെ തന്നെ വിദ്യക്കെതിരായ തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്ന വിദ്യ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ജാമ്യം നൽകരുത് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതി യോഗം ചേരുന്നത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ ഈ വ്യാജരേഖ ചമച്ചു എന്നും അതിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും പോലീസ് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പോലീസ് ഹൈക്കോടതിയെ അറിയിക്കുന്നത്. അത്തരത്തിലൊക്കെയാണ് ഈ കേസിന്റെ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും വിദ്യ കണ്ടെത്താത്തതാണ് ഇത് നിലവിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കുന്നത്. അതിനിടയിൽ ഈ സംവരണം അട്ടിമറിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് ഉപസമിതി വിശദമായി ചർച്ച ചെയ്യും. കാരണം 2016 ഈ PhD പ്രവേശനത്തിന് സംവരണം ബാധകമാണ് എന്ന് സർവകലാശാല തന്നെ സർക്കുലർ പുറത്തിറക്കിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇന്നത്തെ സിൻഡിക്കേറ്റ് ഉപസമിതിയിലെ ചർച്ചകൾ പുരോഗമിക്കുക. അജി. ശരി അശ്വതി.